ഇന്ന് ബോർഡ് മാസ് റൂളിനെ കുറിച്ചാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ബോർഡ് മാസ്. ഫസ്റ്റ് സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. BODMAS. ബി എന്ന് ബ്രാക്കറ്റ്സ്, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡിഷൻ, S സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടിയാൽ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ആദ്യം സോൾവ് ചെയ്യുക. ദെൻ ഓഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത് ജസ്റ്റ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അത് പിന്നെ ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യനിലൂടെ പോവാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 × 10 plus 15 divided by 5 into 4 minus 2 into 2. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ബ്രാക്കറ്റ്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തെഴുതാം 4 ഇവിടെ ഇൻറ്റു 10 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 5. എത്ര കിട്ടി? 3 കിട്ടി. ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 2 ബ്രാക്കറ്റ് ഉണ്ട്. ഇനി ഈ ബ്രാക്കറ്റിൽ വരുന്നതിൽ ആർക്കായിരിക്കും അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഡിവിഷൻ ഇവിടെ ഇല്ല. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതായിരിക്കണം ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഈ 4 എടുത്തെഴുതി, ഈ 10 എഴുതി. 3 4s are what? 12 മൈനസ് 2 2s are 4. ക്ലിയർ? ഇനി നമുക്കിവിടെ ആരൊക്കെയുള്ള അഡീഷനുണ്ട്, സബ്ട്രാക്ഷനുണ്ട്. സോ 4 എടുത്തെഴുതുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 22 മൈനസ് 4. ദെൻ ഈ 4 എടുത്തെഴുതി, ഇത് സബ്ട്രാക്ഷൻ ചെയ്യുക. 22 മൈനസ് 4 is equal to 18. സോ 4 × 18 equal to 72. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം, സെയിം ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ നോക്കുക, ഇതാ 4 × 4 divided by 4 × 4. See, both are in brackets. So first we have to solve this bracket. So 4 4s are what? 16. Then divided. Here also 4 4s are 16. So 16 divided by 16 means what? 1. Clear? Then another question, the same question only but without brackets. See, 4 × 4 divided 4 × 4. So here we have to give importance to what? This division. Clear? So 4 divided by 4 which means 1. Kando, ee 4 edutheludi, then 4 divided by 4, 1 into 4. So 4 into 1, 4, 4 into 4, 16. See the difference of answers? Clear? Okay, thank you.